ശ്രീ ജോസഫ് ആന്റണി, ഇതിനിടെയാണല്ലോ അമേരിക്കയെ സമീപിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ. പക്ഷെ അമേരിക്കയിൽ നിന്നുള്ള സന്ദേശം വ്യക്തമല്ലേ? അതോ അതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ടോ? അന്വേഷണം വേണം, അതോടൊപ്പം തന്നെ പഹൽഗാം ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിക്കണം എന്നാണല്ലോ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷവും അമേരിക്കയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ. അമേരിക്കയിലെ പാക് അംബാസഡർ ഇപ്പോൾ വൈറ്റ് ഹൗസിനെ സമീപിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. നമ്മൾ ഒന്നാമതായിട്ട് കാണേണ്ട ഒരു കാര്യം, ഈ ഭീകരത എന്നത് ഈ പാകിസ്ഥാൻ്റെ ജനിതക ഘടനയിലുള്ളതാണ്. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമാണ് ഭീകരത, ഇന്ത്യക്കെതിരായ ഭീകരത. അപ്പോൾ ആ ഭീകരത വളർത്തിക്കൊണ്ടുവരിക, അതിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നേരത്തെ തന്നെ, ഇപ്പോൾ മാത്രമല്ല, നേരിട്ട് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ട് 10 വർഷക്കാലത്തോളം ഇരുന്ന പർവേസ് മുഷറഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി 1979 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരരെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് സോവിയറ്റ് യൂണിയനെതിരെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ വിസാഖ്ദർ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ ഡേർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വൃത്തികെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വൃത്തികെട്ട ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരോട് ഇപ്പോൾ പാകിസ്ഥാൻ പറയുകയാണ്, ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ തുടങ്ങിയതല്ല ഇത്, ഈ 1979 തുടങ്ങിയതല്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ അമേരിക്കയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള നയങ്ങളാണ് ആ രാജ്യം പിന്തുടർന്നുകൊണ്ട് വന്നിരുന്നത്. അമേരിക്ക എന്താണോ ആവശ്യപ്പെട്ടിരുന്നത് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നൊരു രാജ്യമാണ്. അങ്ങനെ ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൈകളിലേക്ക് വന്നു. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൈകളിലേക്ക് വരികയും പാകിസ്ഥാൻ പട്ടാളം ഭരണത്തിൻ്റെ സമസ്ത മേഖലകളിലും, അതായത് പ്രതിരോധ നയം, വിദേശ നയം, ബജറ്റ് വരെ തീരുമാനിക്കുന്നത് പട്ടാളമായി മാറിയതോടുകൂടി അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ദുർബലമാവുകയും, അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇല്ലാതാവുകയും, ഈ പാകിസ്ഥാൻ പട്ടാളം അതിശക്തമായി മാറുകയും ചെയ്തപ്പോൾ അതൊരു നോർമൽ ഡെവലപ്മെൻ്റൽ സ്റ്റേറ്റ് അല്ലാതായിട്ട് മാറി. സാധാരണഗതിയിലുള്ള രാജ്യങ്ങൾ അവരവരുടെ രാജ്യം എങ്ങനെ വികസിക്കണം, വളരണമെന്ന പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് വ്യവസായം, കൃഷി മുതലായവ വളർത്തുകയും ചെയ്തെങ്കിൽ, ഇവിടെ വിദേശ രാജ്യങ്ങൾക്ക് വിടുപണി ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് നമ്മുടെ എക്കോണമിയെ താങ്ങി നിർത്താൻ കഴിയും, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധത്തെ താങ്ങി നിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും, അങ്ങനെ ആ അന്തർദേശീയ തലത്തിൽ ലഭിച്ച സമ്പത്ത് ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഓരോ തവണയും ഈ പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ പ്രത്യേകത എന്താണ്? ബില്യൺ കണക്കിന് ഡോളറിൻ്റെ പ്രത്യേകത, ഇതിനൊരു അക്കൗണ്ടിങ് ഇല്ല, ഇതിൻ്റെ കണക്കാരെയും ബോധിപ്പിക്കേണ്ട. അങ്ങനെ ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്നാവട്ടെ അമേരിക്കയിൽ നിന്നാവട്ടെ ലഭിച്ച ഈ വലിയ സമ്പത്ത് കൊണ്ട് തടിച്ചു കൊഴുത്തത് അവിടുത്തെ പട്ടാളമാണ്. അങ്ങനെ പട്ടാളം സർവ്വവ്യാപിയായി സർവശക്തനായി വളർന്നതിൻ്റെ ഫലമാണ് നമുക്കറിയാം. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പാകിസ്ഥാനിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 50% നിയന്ത്രിക്കുന്നത് ഈ ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പട്ടാളം നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷനാണ്. ആ ഫൗജി ഫൗണ്ടേഷൻ ഇടപെടാത്ത മേഖലകളില്ല, ഭക്ഷണ മേഖല, പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വ്യവസായം, കൃഷി, വിനോദസഞ്ചാര മേഖല, ഈ സർവ്വ മേഖലകളിലും ഇടപെടുന്ന വലിയ സാമ്പത്തിക ശക്തിയായി ഈ പട്ടാളം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പട്ടാളത്തിൻ്റെ സേനയുടെ അധികാരം ഒരു ഭാഗത്ത് നിൽക്കുന്നു, വേറൊരു ഭാഗത്ത് ഈ സാമ്പത്തികമായ നിയന്ത്രണം നിൽക്കുന്നു. അതിന് പുറമെയാണ് നമുക്കറിയാം ഈ ജനിതകപരമായി തന്നെ ദുർബലമായ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ വളരെ കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഷഹബാസ് ഷരീഫിൻ്റെ ഭരണകൂടത്തെ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്നത് പട്ടാളത്തിൻ്റെ ഇടപെടലോടുകൂടിയിട്ടാണ്. ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എല്ലാവിധത്തിലും ഇമ്രാൻഖാനെ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ കഴിയാത്ത രീതിയിലാക്കുന്നു, ഇമ്രാൻഖാനെ എൻ്റെ അടുത്ത ആൾക്കാരെ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ കഴിയാത്ത തരത്തിലാക്കുന്നു, ജയിച്ച സ്ഥാനാർത്ഥികളെ, ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ ജയിച്ച സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നു പട്ടാളം ഇടപെട്ട്. അങ്ങനെ എല്ലാവിധത്തിലുമുള്ള മാനിപ്പുലേഷനിലൂടെയാണ് വാസ്തവത്തിൽ ഷഹാബ് ഷരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഐക്യമുന്നണി സർക്കാരിനെ കൊണ്ടുവന്നത്. ആ ഐക്യമുന്നണി സർക്കാരിന് സ്വാഭാവികമായും പട്ടാളത്തോട് തന്നെയാണ് കടപ്പാട്. ആ പട്ടാളത്തോടുള്ള കടപ്പാട് കൊണ്ടാണ് ഇപ്പം നമുക്കറിയാം, നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ ആരാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട് എന്ന്, അല്ലെങ്കിൽ പിന്നെ ഈ സിന്ധു നദിയിൽ ജലം തന്നില്ലെങ്കിൽ രക്തപ്പുഴ ഒഴുകും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്, പട്ടാള നേതൃത്വമല്ല. പട്ടാള നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള പ്രസ്താവനകളൊന്നുമല്ല വരുന്നത്. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നാം കാണുന്നത് എന്താണ്? ISI മേധാവിയായിട്ടിരുന്ന ആളിനെ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് കൂടി നിയമിച്ചിരിക്കുന്നു. അത് പട്ടാളത്തിൻ്റെ തീരുമാനമാണ്.
എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് അവർ ശ്രീ മോഹൻ വർഗീസ് നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. എന്നും ISIയുടെയും പട്ടാളത്തിന്റെയും നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു പാകിസ്ഥാൻ. അത് ഇത്തവണയും ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് ഇപ്പോൾ